എക്സ്പോഷറും അതായിരിക്കുമല്ലോ അവർക്ക് കിട്ടുന്നത്. അടിപൊളി. ഞാനൊരു ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ഇപ്പം ആസിഫിക്കയുടെ ക്യാരക്ടറിനെ അതിനകത്ത് കാണിക്കണത് ഇപ്പോൾ ഈ ജോബൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കണ ഒരാള് നമുക്കത് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതായത് ശരിക്കും എനിക്ക് നിങ്ങളെപ്പോലത്തെ എല്ലാവരും ഇങ്ങനത്തെ ഈ കുറച്ച് ഈ ജീവനുള്ള ക്യാരക്ടേഴ്സ് ഈ സാധാരണക്കാരായിട്ട് അത് നമ്മളിപ്പോൾ എപ്പോഴും സിനിമ ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇത്രയും നാൾ വന്നിരുന്ന ഒരു ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാവരും മറ്റേ വില്ലൻ അടിച്ചിടുന്നു മറ്റേ ആ ഒരു സെറ്റപ്പിന് അപ്പുറത്തോട്ട് നിങ്ങളെയൊക്കെ ഇങ്ങനത്തെ ഫിലിംസിൽ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര, സത്യം പറയല്ല, അത് എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണൊക്കെ. നിങ്ങളെയൊക്കെ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ കാണാൻ എന്തായാലും ജീവനുള്ള ക്യാരക്ടേഴ്സ് കാണാൻ ഭയങ്കര. അത് പ്രത്യേകിച്ച് സർക്കിട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് എന്താ ഇപ്പൊ നാട്ടിലെ ആളുകൾക്കൊക്കെ ദുബായിലാന്ന് പറയുമ്പോ എന്താ വിചാരം, അവിടെ വേറെ പരിപാടി എന്നുള്ളതാണ്. അതാ നമ്മൾ ഇതിന്റെ റിയാലിറ്റി കാണുന്നത് അവിടെ പോകുമ്പോഴാണ്. ഇപ്പൊ എന്റെ ക്യാരക്ടർ ആമിർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇയാള് 3ാമത്തെ വിസയിൽ അവിടെ പോയിട്ട് ജോലി അന്വേഷിക്കുന്ന ഒരാളാണ്. അയാളുടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് താമസിക്കാൻ മറ്റേ ബാച്ചിലർ റൂംസ് ആണ്. അപ്പൊ ഇയാൾക്ക് ഒരു നിവർത്തിയില്ല, പൈസ ഉണ്ടാക്കണം, ജോലി വേണം, സർവൈവൽ ആണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഈ വിസിറ്റിംഗ് കാർഡ്